മതി. നമുക്ക് തുടർന്നുള്ള കാര്യം പിന്നീട് വായിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ചെയ്ത അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ തിരുവെഴുത്തിൽ നമ്മത് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴാണ് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ അടയാളങ്ങൾ എന്ന നിലയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം യോഹന്നാൻ 20:30 വായിക്കുമ്പോൾ കാണുന്നത് യേശു ചെയ്ത അടയാളങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിപ്പാനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാനുമാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ്. അപ്പോ അടയാളങ്ങൾ, യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നാം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് വരേണ്ട പ്രധാന സന്ദേശം എന്താണ്? പ്രധാന സന്ദേശം യേശു ദൈവപുത്രനാണെന്ന് നാം വിശ്വസിക്കണം. യേശു സാക്ഷാൽ ദൈവമാണ് എന്ന് നാം വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ എന്നുണ്ടാകണം, നിത്യജീവൻ ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയതിന്റെ ഏറ്റവും മാർമികമായ ഉദ്ദേശം അതാണ്. നമുക്ക് വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 20:30 ഒന്നുകൂടെ ഒന്ന് വായിച്ച് നമ്മുടെ ഓർമ്മയിലേക്ക് അതൊന്ന് കൊണ്ടുവരാൻ വേണ്ടി. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശു തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് ഞാൻ ലോകത്തിൽ വന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നാം ജീവൻ പ്രാപിക്കുന്നു. ആ ജീവന്റെ സമൃദ്ധി നമ്മൾ അനുഭവിക്കേണ്ടതും ആവശ്യമാണ്. ജീവന്റെ സമൃദ്ധി ലഭിക്കുന്നതും യേശുക്രിസ്തുവിൽ നിന്ന് തന്നെയാണ്, അവിടുത്തെ വചനത്തിലൂടെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇന്ന് മർക്കോസ് സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ യേശു ചെയ്ത ഒരു അത്ഭുതത്തിന്റെ കാര്യം നാം വായിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആഴമായൊരു വിശ്വാസം വീണ്ടും വരുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അവൻ സാക്ഷാൽ ദൈവമാണ്, സത്യദൈവമാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്ന പോലെ അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. പ്രിയമുള്ളവരെ, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വചനത്തിന്റെ ശക്തിയാൽ സകലത്തെയും ഉളവാക്കിയവനാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവം ജീവൻ നൽകുന്നു. യേശു പറഞ്ഞു, ജീവൻ നൽകാനാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ വായിച്ച വാക്ക്, കർത്താവ് ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പശ്ചാത്തലം, തന്റെ അടുക്കിലേക്ക് വരുന്ന ജനത്തോടുള്ള കർത്താവിന്റെ മനോഭാവം നമുക്ക് കാണാൻ കഴിയുന്നത്. 8-ാം വാക്യം 8-1 വായിച്ചു. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരമുണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയൊരു പുരുഷാരം കർത്താവിനോട് കൂടെ ഉണ്ട്. അവർക്ക് ഭക്ഷിപ്പാനായിട്ട് ഒന്നും ഇല്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു പറയുകയാണ്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ. നിങ്ങൾ ആ വിഷയത്തിന്റെ ഗൗരവം ഓർത്തു നോക്കി. 3 ദിവസമായിട്ട് ഈ വലിയ പുരുഷാരം ആരുടെ കൂടെയാണ്? യേശുവിന്റെ കൂടെയാണ്. അപ്പോ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് എന്ന് പറയുമ്പോൾ 3 ദിവസമായിട്ട് കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? അവർക്ക് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ വന്ന ആളുകൾ ചിലപ്പോ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അത്യാവശ്യമായി എന്തെങ്കിലുമൊക്കെ ആഹാരം കരുതി കാണാൻ സാധ്യതയുണ്ട്. ശിഷ്യന്മാരും ഇത് ചെയ്തിട്ടുണ്ട്. അവരും ഒരു ചെറിയ പൊതിയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. കാരണം അത് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോ കാണാനായിട്ട് കഴിയും. കർത്താവരോട് ചോദിക്കും, നിങ്ങളുടെ പക്കൽ എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോ 7 അപ്പം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഒരു ചെറിയ കരുതൽ അവരുടെയും പക്കലുണ്ട്. വീണ്ടും 14-ാം വാക്യം വായിക്കുമ്പോ 8-14 വായിക്കുന്നത്, അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. അവരുടെ പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവര് പോകുന്ന യാത്രയിൽ എന്ത് കരുതാറുണ്ട്.
അപ്പം കരുതാറുണ്ട് അല്ലേ? അപ്പോ ഈ വചനം കേൾക്കാൻ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന ജനത്തിന്റെ കയ്യിലും അല്പമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ 3 ദിവസമായി എന്ന് പറയുമ്പോ ഉണ്ടായിരുന്നതെല്ലാം തീർന്നു. അവർ എല്ലാവരും നല്ല വിശന്ന് അവര് പട്ടിണിയായിരിക്കുന്നു. പ്രിയമുള്ളവർ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഓർക്കണേ, നമ്മൾ ശ്രദ്ധിക്കണേ, അവര് ഭക്ഷണം കഴിച്ചിട്ട് ചില ദിവസങ്ങളായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനിയും ഭക്ഷണം അവർക്ക് ലഭിക്കാനുള്ള ഒരു സോഴ്സ് അവരുടെ മുമ്പിൽ കാണുന്നില്ല. എന്നിട്ടും ഈ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? യേശുവിനെ വിട്ട് എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. അവർ യേശുവിനോട് തന്നെ ചേർന്ന് ഇരിക്കുകയാണ്. എന്തിനാണ് കർത്താവിനോട് അവർ ചേർന്ന് നിൽക്കുന്നു ചോദിച്ചാൽ ഉത്തരം ലൂക്കോസിന്റെ സുവിശേഷം എടുക്കണ്ട 5:1 വായിക്കുന്നത്, പുരുഷാരം വചനം കേൾക്കാൻ വേണ്ടി കർത്താവിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? തിക്കിക്കൊണ്ടിരുന്നു. അപ്പൊ പ്രിയമുള്ളവർ, യേശുവിന്റെ അടുക്കിലേക്ക് ഈ ജനം വന്നത് നിശ്ചയമായിട്ടും വചനം കേൾക്കാൻ വേണ്ടി തന്നെയാണ്. ഭക്ഷണമില്ലാതിരുന്നിട്ടും ഭൗതിക ആവശ്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ മറന്ന് അവർ യേശുവിന്റെ അടുക്കൽ ഇരുന്ന് വചനം കേൾക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഓർക്കണം, വചനം കേൾക്കാനാണ് യേശുവിന്റെ അടുക്കൽ വന്നതെങ്കിൽ, പ്രിയമുള്ളവർ, യേശുവിൽ നിന്ന് കേൾക്കാനാണ് വന്നതെങ്കിൽ, ആ വചനം കേൾക്കാനുള്ള താല്പര്യത്തോടെയാണ് വന്നതെങ്കിൽ, അങ്ങനെ വന്നവരുടെ ഭൗതിക ആവശ്യങ്ങളും കർത്താവ് എന്ത് ചെയ്യുന്നു? നിറവേറ്റി കൊടുക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ മറ്റു ചില ഭാഗത്ത് വായിക്കുമ്പോ അപ്പം തിന്നണമെന്ന ആഗ്രഹത്തോടെ വന്നവർക്ക് കർത്താവ് എന്ത് ചെയ്തില്ല? അപ്പം കൊടുത്തില്ല. അല്ലേ? എവിടെയാണത് വായിക്കുന്നത്? അപ്പം തിന്നാൻ വേണ്ടി തന്നെ വന്ന ഒരു കൂട്ടം ആളുകൾക്ക് യേശു അപ്പം കൊടുത്തില്ല. നിങ്ങൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? 5 അപ്പം കൊണ്ട് 5000 ആളുകളെ പോഷിപ്പിച്ചപ്പോ ജനത്തിന് ഭയങ്കര സന്തോഷമായി. ആളുകൾ പിറ്റേ ദിവസം എന്ത് ചെയ്തു? യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. പിറ്റേ ദിവസം വന്ന എന്തിനു വേണ്ടിയായിരുന്നു? അവർ അപ്പം തിന്നാനാണ് വന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അപ്പം തിന്നാൻ വന്നവർക്ക് കർത്താവ് ഒന്നും കൊടുത്തില്ല. അവർക്ക് കൊടുത്തു പിന്നെ നിത്യജീവന്റെ വചനമാണ്. ആ വചനം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, കഠിന വാക്കെന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. എന്നാൽ അകത്തെ മനുഷ്യന് ആവശ്യമായിരിക്കുന്ന നിത്യജീവൻ വചനം കേൾക്കാൻ വന്നവർക്ക് അവരുടെ ഭൗതികമായ ആവശ്യവും കർത്താവ് നിറവേറ്റി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മുൻഗണന എപ്പോഴും, പ്രിയമുള്ളവരെ, നിത്യജീവനോടുള്ള ബന്ധത്തിലാണെങ്കിൽ, ദൈവിക കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിൽ, അതിന്റെ കൂടെ നമ്മുടെ ഭൗതിക കാര്യവും നിറവേറ്റി തരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നിങ്ങൾ എത്ര പേര് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, ഓർത്ത് നോക്കിക്കേ, ഈ പുരുഷാരം, ഈ വലിയ പുരുഷാരം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോ ഒരാള് പോലും യേശുവിനോട് ഞങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചില്ല. അവരുടെ ഭൗതിക ആവശ്യം, അവരുടെ അപ്പത്തിന്റെ കാര്യം അവർ കർത്താവിനോട് ചോദിച്ചില്ല. ഇപ്പൊ ചോദിക്കാതെ തന്നെ കർത്താവ് പറയുന്ന വാക്ക് എന്നറിയാമോ? ഈ പുരുഷാരം ഇപ്പോ 3 നാളായി എന്നോട് കൂടെ, അല്ലെ? 8:2 ഈ പുരുഷാരം ഇപ്പോൾ വായിച്ചാട്ടെ, പറഞ്ഞാട്ടെ, 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. പിന്നെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. പ്രിയമുള്ളവർ, ഇവരാരും യേശുവിനോട് പറയുകയല്ല ചെയ്യുന്നത്. യേശു അവരുടെ അവസ്ഥ കാണുകയാണ്. അല്ലെ? തന്റെ അടുക്കൽ വന്ന ആളുകളുടെ അവസ്ഥ യേശു കാണുകയാണ്. കണ്ടിട്ട് യേശു പറയുകയാണ്, എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. എന്നിട്ട് അടുത്ത വാക്ക്, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് എന്ത് ചെയ്യും? അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും എന്ന് പറയുന്ന, ഇതെല്ലാം തന്റെ അടുക്കൽ വന്ന ആളുകളെ കുറിച്ച് കർത്താവ് പറയുന്ന, കർത്താവ് ചിന്തിക്കുന്ന അവസ്ഥയാണ്. ദൈവമക്കളെ, നമ്മളെ കർത്താവിന്റെ മനസ്സ് ഒന്ന് കാണണേ. യേശു കർത്താവിന്റെ മനസ്സ് നാം ഒന്ന് കാണണം. കർത്താവ് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പോ, കർത്താവ് എന്നെ മാത്രം മറന്നോ, എന്നോട് മാത്രം അവഗണന കാണിക്കുകയാണോ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുകയാണോ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കർത്താവിനെ യഥാർത്ഥമായിട്ട് അറിയാത്തത് കൊണ്ടാണ്, കർത്താവിന്റെ മനസ്സ് നമ്മൾ യഥാർത്ഥമായി കാണാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുക്കൽ തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ അവസ്ഥ അറിയുന്നവനാണ്. പറയേണ്ടത് ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ അറിയണം, പറയാതെ തന്നെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു
പിതാവ് നമുക്കുണ്ട്, ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം, അല്ലേ പ്രിയമുള്ളവരെ? അവിടെ ഒരു വാക്കുകൂടെ എന്നെ ശ്രദ്ധിച്ചതിനാണെന്നറിയാമോ? അവർ വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്നുള്ളത് മാത്രമല്ല, അടുത്ത വാക്ക്, അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ. ഒരു കർത്താവ് അതെല്ലാം അന്വേഷിക്കുകയാണ്. ഈ വലിയ പുരുഷാരം ഇത് താഴോട്ട് വായിക്കുമ്പോൾ പുരുഷന്മാർ 4000 പേരാണ് ഭക്ഷണം കഴിച്ച് തൃപ്തരായതെന്നൊക്കെ പറയുമ്പോ ഒരു വലിയ ജനക്കൂട്ടമാണ്. അപ്പൊ അവരെവിടെ നിന്ന് വന്നു? അവരൊക്കെ എത്ര ദൂരം നിന്ന് വന്നവരാണ്? ഇനി അവരെ വീട്ടിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട്? ഇവർ ഈ വിശന്ന ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ഓരോരുത്തരുടെയും അവസ്ഥ അറിയുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഓരോരുത്തരുടെയും നിങ്ങൾ എത്ര ദൂരത്തുനിന്ന് വന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, നിങ്ങൾ വീട് വരെ എത്താനുള്ള എനർജി നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ വഴിയിൽ വെച്ച് തളർന്നു പോകുമോ, അതോ നിങ്ങൾ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് എത്തുമോ? പ്രിയമുള്ളവരെ, കുഞ്ഞിന്റെ ആവശ്യം എന്താണ്? ചിലപ്പോൾ അമ്മമാര് മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ ആ കൂട്ടത്തിൽ കാണും. ഓരോരുത്തരുടെയും അവസ്ഥകൾ അറിയുന്ന ഒരു അരുമനാഥനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, അവർ വഴിയിൽ വെച്ച് എന്ത് ചെയ്യുകയാണ്? തളർന്നു പോകും. അതുകൊണ്ട് അവരെ വെറും കൈയായി, പട്ടിണിയായി, ആ വാക്ക് അങ്ങനെയാണല്ലേ? ആ 3-ാം വാക്യം ശ്രദ്ധിച്ച്, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അപ്പൊ പട്ടിണിക്ക് വിടാൻ ആർക്കും ആഗ്രഹമില്ല, കർത്താവിന് ആഗ്രഹമില്ലെന്ന്. ഞാൻ പട്ടിണിക്ക് വിട്ടാൽ അവരെന്ത് ചെയ്യും? അവർ തളർന്നു പോകും. അവരുടെ ശരിക്കുമുള്ള ഭൗതിക ആവശ്യം. അപ്പൊ ദൈവമക്കളെ, നമ്മൾ ഈ ഭാഗം പ്രാരംഭത്തിൽ വായിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കയറേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കേണ്ട ആവശ്യം ഭൗതികമല്ല, ആത്മീകമായിരിക്കണം. പ്രിയമുള്ളവരെ, മുന്നിൽ നിൽക്കേണ്ടത് ആത്മീകമായിരിക്കണം. കർത്താവ് അത് അറിയുന്നുണ്ട്. എന്ത് ലക്ഷ്യത്തോടെയാണ് ഈ സഭായോഗത്തിലേക്ക് നാം വന്നത്? എന്ത് ലക്ഷ്യത്തോടെയാണ് ഒരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് നാം വരുന്നത്? എന്ത് ലക്ഷ്യത്തോടെയാണ് ഒരു ഓൺലൈൻ മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കുന്നത്? എന്ത് ലക്ഷ്യത്തോടെയാണ് ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നാം മുട്ടുമടക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ എപ്പോഴും ലക്ഷ്യം ഒന്നാമത് ആത്മീകമായിരിക്കണം, ഒന്നാമത് ദൈവീകമായിരിക്കണം. പ്രിയമുള്ളവരെ, മുമ്പേ അവന്റെ രാജ്യവും നീതിയുമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അതോടെ ഇതും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നമ്മളെ മത്തായി സുവിശേഷത്തിലെ വാക്യം 6-ാം അധ്യായത്തിന്റെ ഒരു വാക്യം ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 6:31. ആകയാൽ നാം എന്ത് തിന്നും, ആകയാൽ നാം എന്ത് തിന്നും, പിന്നെ എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇതാരാ പറഞ്ഞേ? ഇതാരാ പറഞ്ഞേ? കർത്താവ്. ആരോട് പറഞ്ഞു? ശിഷ്യന്മാരോട്, അല്ലേ? യേശുവിന്റെ അടുക്കൽ വന്നവരോട് എന്തു പറഞ്ഞു? നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെട. ഞാൻ ഈ ഭാഗ്യം വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിത്രം, ഞാനും ഒരു പിതാവാണല്ലോ. ഇപ്പൊ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. ഒരു മോള് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വിട്ടു. ഒരാള് മറ്റേ സ്പീച്ച് തെറാപ്പിസ്റ്റ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോ ഈ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾക്കൊക്കെ മാസം തോറും എന്ത് വേണം? ഫീസ് വേണം, ഹോസ്റ്റൽ ഫീസ് വേണം, ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കണം. അപ്പോ പഠിക്കാൻ പോയ ഈ കൊച്ച് മാസം 30-ാം തീയതി ഫീസ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ മുതൽ ഇങ്ങനെ അങ്കലാപ്പാണ്. അയ്യോ, എനിക്ക് ഫീസ് കൊടുക്കാൻ പറ്റുമോ? ഫീസ് കൊടുക്കാൻ കാശ് കിട്ടുമോ? അയ്യോ, ഈ മാസം ഭക്ഷണത്തിന്. അങ്ങനെ ആവലാതിപ്പെടുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെ, പഠിച്ച കുഞ്ഞുങ്ങളും കാണും, അല്ലേ? അതിന് ദിവസത്തിനൊക്കെ അങ്ങനെ ആവലാതിപ്പെട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതോ? എന്താ ആവലാതിപ്പെടാതിരുന്നേ? കാശുണ്ടാവുന്ന കയ്യില് പപ്പയുണ്ട്. കാരണം പറഞ്ഞു വിട്ടതാരാണ്? മോളെ പോയി ബിടെക് പഠിക്കാൻ പറഞ്ഞതാരാ? പപ്പയാ പറഞ്ഞു വിട്ടെ. പപ്പയാണ് പറഞ്ഞു വിട്ടതെങ്കിൽ ആര് കരുതിക്കോളും? ദൈവമക്കളെ, ഈ ഭൂമിയിലെ ഒരു പപ്പ, ഒരു പിതാവ് ഒരു കുഞ്ഞിനെ പഠനാവശ്യത്തിന് വേണ്ടി വിട്ടപ്പോ എന്റെ കാര്യം നടത്താൻ എന്റെ പപ്പ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് പറയുകയാണ്, ആകയാ നിങ്ങൾ എന്തുടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടണ്ട എന്ന്. എന്റെ കാര്യം എന്നറിയാമോ? ഇവിടെ ഈ സ്വർഗീയ പിതാവ് നമുക്ക് ആവശ്യമായതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കരുതിയിട്ടുണ്ട്.
നമുക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, ഈ പപ്പയ്ക്ക് പറയാനുള്ള ഒറ്റ കാര്യമായിരിക്കും, എന്താണ് മോളെ, നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നീ പഠിക്കണം, നീ തോറ്റുപോകരുത്, നീ ഏറ്റവും നല്ല നിലയിൽ പഠിച്ച് നല്ല വിജയം പ്രാപിച്ച് നീ എന്ത് ചെയ്യണം, തിരിച്ചു വരണം. ഇപ്പൊ കുഞ്ഞിന്റെ ലക്ഷ്യം എന്താണ്? ഫീസ് എങ്ങനെ കിട്ടുമെന്ന് ഓർത്ത് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഫീസ് കൊടുക്കാൻ പറ്റുമോ എന്ന് അവലാദ്യപ്പെട്ടിരുന്ന മോളെ പഠിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? ഒരു ടെൻഷനും ഇല്ലാതെ പഠിക്കാൻ പറ്റിയത് പിതാവിലുള്ള ആ ഉറപ്പാണ്. ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിന്റെ നേരെ ഏത് വിഷയങ്ങളാണ്, ഏത് ഭൗതിക തരത്തിലുള്ള വിഷയങ്ങളാണ് വരുന്നതെങ്കിലും അതിനപ്പുറമായിട്ടൊന്ന് ഓർത്തേ, നമുക്ക് ആരുണ്ട്? നമുക്കൊരു പിതാവുണ്ടെന്നൊന്ന് ഓർത്തു നോക്കിക്കേ. പ്രിയമുള്ളവരെ, നമുക്ക് ആ കാര്യത്തിലൊന്ന് ഉറപ്പോടെ പറയാൻ, എന്റെ കാര്യം നടത്താൻ എനിക്കൊരപ്പനുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇനി ഇങ്ങനെ പഠിക്കാൻ പോയ ചില കുഞ്ഞുങ്ങൾ ആകുലപ്പെട്ടിട്ടുണ്ട്, ഭാരപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ കാര്യം. അത് എങ്ങനെയാണെന്നറിയാമോ? പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉഴപ്പിക്കഴിഞ്ഞാൽ, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉഴപ്പി ഫീസ് അടയ്ക്കാതെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ച് പ്രിയമുള്ളവരെ ഉഴപ്പി നടന്നാൽ ആ കുഞ്ഞിന് ആവലാതിയാണ്. പപ്പ വീട്ടിലറിഞ്ഞാൽ അടുത്ത മാസം ഫീസ് തരുമോ, എന്റെ കാര്യം എന്താകും, കോളേജിൽ നിന്ന് പറഞ്ഞു വിടുവോ? അപ്പൊ പ്രിയമുള്ളവരെ, ആവലാതിപ്പെടുന്നത് ആരാണ്? അപ്പന്റെ ഇഷ്ടം ചെയ്യാതെ, അപ്പന്റെ ഹിതം ചെയ്യാതെ, അപ്പനെ വേദനിപ്പിക്കുന്ന, അപ്പന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന, അപ്പന്റെ ഇഷ്ടം ചെയ്യാതെ പോകുന്ന മക്കളെ സംബന്ധിച്ച് അവർക്ക് ആവലാതിയാണ്. അപ്പൻ ഞങ്ങളെ ശ്രദ്ധിക്കുമോ? അപ്പൻ ഞങ്ങളെ കരുതുമോ? ഞങ്ങൾക്ക് ഫീസ് നൽകുമോ? ആ മക്കൾക്ക് ആവലാതിയാണ്. എന്നാൽ അപ്പന്റെ ഇഷ്ടം ചെയ്യുന്ന അപ്പൻ എന്നെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ മറ്റൊന്നുമല്ല, ഞാൻ പഠിക്കണം, ഞാൻ ഉയർന്ന ഒരു നിലവാരത്തിൽ എത്തണം, അതിനുവേണ്ടിയാണ് അപ്പൻ കഷ്ടപ്പെടുന്നത്. അപ്പന്റെ ഹിതത്തിനൊത്തവണ്ണം നിൽക്കുന്ന മക്കൾ, പ്രിയമുള്ളവരെ, ആ ലക്ഷ്യത്തിൽ പോകുമ്പോ അവർക്ക് മറ്റൊന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾ എത്ര പേരത് മനസ്സിലാക്കുന്നു? പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക് ആകുലത കൊണ്ടുവരുന്ന, ഉത്കണ്ഠകൾ കൊണ്ടുവന്ന് നമ്മെ ക്ഷീണിപ്പിക്കാൻ നോക്കുന്ന ആ സാത്താന്യ തന്ത്രത്തെ നാം തിരിച്ചറിയണം. ആ പൈശാചിക ശക്തികളോട് നാം എതിർത്തു നിൽക്കണം. അപ്പനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. പ്രിയമുള്ളവരെ, ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കണം. അപ്പനുമായിട്ടുള്ള ബന്ധം. അപ്പം പറയുകയാണ് ആകയാൽ, അല്ലേ? ആകയാൽ എന്ന് പറയുമ്പോ അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട് ഈ ആകയാൽ എന്ന് പറഞ്ഞത്? അതിന്റെ തൊട്ടുമുകളിലെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ, 26-ാമത്തെ വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുക. നമുക്ക് പരിചയമുള്ള വാക്യമാണ്, നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്, അല്ലെ? എപ്പോഴും വായിക്കുന്ന ആകാശത്തിലെ പറവയെ നോക്കുവീൻ. പിന്നെ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളെ പിതാവ് അവയെ പുലർത്തുന്നു. 28-ാമത്തെ വാക്യം, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. 30-ാമത്തെ വാക്യം, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ, ചില അത്ഭുത പ്രവൃത്തികൾ, തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ കാണാൻ കർത്താവിലേക്ക് തന്നെ നമ്മൾ നോക്കണം. ദൈവത്തെ തന്നെ നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്കണ്ഠകൾ മാറിപ്പോകണം. നമ്മുടെ മനസ്സ് കർത്താവിൽ സ്വസ്ഥമായിരിക്കണം. നമ്മൾ ആകുലപ്പെടേണ്ട കാര്യം എന്നാണെന്നറിയാമോ? എനിക്ക് എന്റെ അപ്പനെ യഥാർത്ഥമായി പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിന്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാനും ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലയിടത്തൊക്കെ പോയി ജീവിതത്തിന്റെ ഒരു നല്ല സമയം ഇങ്ങനെ പിന്നിട്ടു. അപ്പോ കർത്താവ് അയച്ചിടത്തൊക്കെ പോയെങ്കിലും ശുശ്രൂഷ ചെയ്തെങ്കിലും ദൈവം ആഗ്രഹിച്ചതുപോലെ ചെയ്യാൻ പറ്റിയോ? ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റാൻ പറ്റിയോ എന്ന് നോക്കുമ്പോ ഇല്ല എന്നാണ് പറയാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ പോരായ്മകളാണ് കാണുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, അങ്ങനെ പോരായ്മ കാണുന്ന ഞാൻ ഇരുന്ന് പറയുകയാണ്,
കർത്താവേ, നീ വാഗ്ദത്തം നിവർത്തിച്ചില്ലല്ലോ, നീ അത് തന്നില്ലല്ലോ, നീ ഇത് ചെയ്തില്ലല്ലോ എന്ന് ഞാൻ പറയുന്നത് എത്ര ഭോഷത്വമാണ് അല്ലേ? എനിക്ക് തന്നില്ലെന്നാണോ ഞാൻ പറയേണ്ടത്? അതോ എന്നെ ഏൽപ്പിച്ചത് ചെയ്യാനുള്ള കൃപ എനിക്ക് താ കർത്താവേ, എന്റെ തെറ്റെന്നോട് ക്ഷമിക്ക്, ഞാൻ ഉഴപ്പിപ്പോയത്, ഞാൻ ഉദാസീനനായി പോയത്, കർത്താവെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയത്, അതെന്നോട് ക്ഷമിക്കണമേ. ദൈവത്തോട് നമ്മൾ നിരപ്പാകുന്നതിന് പകരം എനിക്ക് തന്നില്ലല്ലോ എന്ന പരാതിയാണോ പറയേണ്ടത് അല്ലേ? പരാതി പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നാണ് പിന്നെയും പോകുന്നത്. പ്രിയമുള്ള, ഈ അപ്പനെ നമുക്ക് വിശ്വാസമില്ലാതെ വരികയാണ്. പ്രിയമുള്ള, ഞാൻ ഈ വചനമാകും ഈ ദിവസങ്ങളിൽ പല പ്രാവശ്യം വായിച്ചു. ഞാൻ ഈ 5 അപ്പം 7 അപ്പത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. ഞാൻ പലവട്ടം ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചു. ഞാൻ ഒരു ബുക്കിൽ അതിന്റെ നോട്ട് എഴുതി. ഞാൻ പിന്നെ വേറൊരു ഡയറിയിലേക്ക് ഇവിടെ പിന്നെയും ചില കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് വെച്ചു. പ്രിയമുള്ളവർ, ഇതിലെല്ലാം ഉരുത്തിരിയുന്ന ഒരു ആശയം എന്നാണെന്നറിയാമോ? എന്തിനാണ് ഈ അപ്പനെ നമ്മൾ സംശയിക്കുന്നത്? സംശയിക്കാൻ കാരണം അപ്പന്റെ കുഴപ്പമല്ല, കുഴപ്പം ആരുടെയാണ്? നമ്മുടെ കുഴപ്പമാണ്. ഞാൻ സംശയിക്കുന്ന എന്റെ കുഴപ്പമാണ് അല്ലേ? ഞാനിപ്പോ അനുസരിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉദാഹരണം പറഞ്ഞതാ. പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ അപ്പന്റെ ഹിതം ചെയ്യുകയാണെങ്കിൽ എന്തിനാ ഭാരപ്പെടുന്നത്? അപ്പൊ അപ്പന്റെ ഹിതം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പന്റെ ഇഷ്ടം ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് പഠന സ്ഥലത്ത് ഉഴപ്പി നടക്കുവാണെങ്കിൽ ആ കുഞ്ഞ് ഭാരപ്പെടുന്നതിൽ അതിശോക്തിയില്ല. കാരണം അപ്പൻ അറിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൻ അറിഞ്ഞാൽ പിന്നെ ഫീസ് കൊടുക്കലൊക്കെ നിൽക്കും, പറയും മോളെ പഠിത്തമൊക്കെ മതി, ഇനി പോരെ, വല്ല കണ്ടത്തിപ്പണിക്ക് പോക്കോ അല്ലെങ്കിൽ വേറെ വീട്ടുവേലയ്ക്ക് പോക്കോ, നിന്നെ കൊണ്ട് അതിനെ കൊള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കും. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഗൗരവം നിങ്ങളൊന്ന് ഓർക്കണേ. നമുക്ക് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ് നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ആകുലതകളിലേക്ക് നമ്മെ നയിക്കുക. ഈ ഭൗതിക കാര്യത്തിൽ ഈ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് അവിടെ യേശുവിന്റെ അടുക്കൽ വന്നവരുടെ ഒരു ഭൗതിക വിഷയമാണ് അല്ലേ? അവർക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആത്മീയമാണോ ഭൗതികമാണോ? ഭൗതികം, തികച്ചും ഭൗതികമാണ്, ശരീരത്തിന്റെ ആവശ്യമാണ് അല്ലേ? ഈ കാര്യത്തിലാണ് കർത്താവ് ഇത്രയും ശ്രദ്ധ കാണിച്ചേക്കുന്നത്. കർത്താവ് പറഞ്ഞ വാക്ക് എന്നാണെന്നറിയാമോ? അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. അപ്പൊ ദൈവസന്നിധിയിലേക്ക് വന്ന ദൈവമക്കളെ, ഈ കർത്താവിന്റെ വചനം കേൾക്കാൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ, നിങ്ങളത് ഓർക്കണേ, ഈ ആളുകൾ യേശുവിന്റെ അടുക്കൽ ഇരുന്ന് മറ്റൊന്നും നോക്കാതെ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന നിത്യജീവന്റെ വചനങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. ആ വചനം തന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ വിശപ്പ് അവർ മറന്നു, കർത്താവിനോട് പറയുന്നില്ല. അവർ ചിലപ്പോൾ രോഗികളാണ്, അതൊന്നും പറയുന്നില്ല. അവരുടെ ഒരാവശ്യവും പറയാതെ കർത്താവിൽ നിന്നുള്ള ജീവന്റെ മൊഴികൾ കേട്ട് ഇങ്ങനെ കർത്താവിനെ വിട്ടുപിരിയാതിരിക്കുമ്പോ അവരോട് യേശു മനസ്സലിവ് കാണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതം അല്ലേ? അപ്പോ ഒന്നാമത് അവന്റെ രാജ്യത്തിന്, ദൈവീക കാര്യത്തിന് ഞാൻ ദൈവസഭയോട് ദൈവമക്കളോട് വളരെ ദൈവസ്നേഹത്തിൽ ഒന്നുകൂടെ പറയുകയാണ്. ഇവിടെ എപ്പോഴും നമ്മൾ ദൈവീക കാര്യത്തിന് മുൻഗണന നൽകണം. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ 2-ാം സ്ഥാനത്ത് നിർത്താൻ നമുക്ക് പറ്റണം. പ്രാരംഭത്തിൽ ആ സങ്കീർത്തനം വളരെ വ്യക്തതയുള്ളതാണ് അല്ലെ? ദൈവം ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? ശോധന ചെയ്ത ദൈവത്തിന് അറിയാമെന്ന്. എന്റെ ഉള്ളിൽ ദൈവിക കാര്യത്തിനാണോ മുൻഗണന? പ്രിയയുടെ ആത്മീയ കാര്യത്തിനാണോ അതോ എന്റെ ഭൗതിക കാര്യത്തിനാണോ ഞാൻ മുൻഗണന കൊടുക്കുന്നത്? ഹൃദയ ശോധന ചെയ്യുന്ന ദൈവത്തിന് അറിയാം. യേശുവിന്റെ അടുക്കൽ വന്ന ഈ ആളുകളുടെ ഹൃദയം കർത്താവിന് അറിയാം. അതുകൊണ്ട് അവരുടെ ഹൃദയം അറിഞ്ഞപ്പോ കർത്താവ് പറയുകയാണ്, ഇവരെ ഞാൻ പട്ടിണിക്ക് വിടുകയില്ല. ഇവരെ പട്ടിണിക്ക് വിട്ടാൽ ഇവർ തളർന്നു പോകും. ഇവരുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇവർ തളർന്നു പോകും. ഇവർക്കൊരു വിടുതൽ കൊടുത്തില്ലെങ്കിൽ ഇവർ ക്ഷീണിച്ചു പോകും. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി മുൻഗണന നൽകി മുന്നോട്ട് പോകുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ നേരെ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഉറച്ചു നിൽക്കാം. ഞാന് റോസിനി സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോ പെട്ടെന്നൊരു വചനന്റെ ഹൃദയത്തിലേക്ക് വന്നത് 1 പത്രോസിന്റെ ലേഖനം 4-19 വാക്യമാണ്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകുമെന്ന്.
അല്ലേ? പരമാർത്ഥതയോടെ കർത്താവിനെ സേവിച്ച് ദൈവത്തിന് മുൻഗണന നൽകി മുന്നോട്ട് പോകുന്ന ദൈവമക്കളുടെ ജീവിതം, പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകുന്നതിൽ വളരെ പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ ആത്മീയമായി മുൻഗണന നൽകാതെ ഉഴപ്പിപ്പോകുന്നവരുടെ സ്ഥിതി എന്താകുമെന്ന് അല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. ആ വാക്യം ഒന്ന് വായിച്ചേ, പിന്നെ സൗകര്യം ഒന്ന് വായിച്ചേ വാക്യം. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ. നമ്മൾ ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും? ഞാൻ ശ്രദ്ധിച്ചവരുണ്ട്, എല്ലാവർക്കും വേണ്ടിയാ പറയുന്നേ. നമ്മുടെ ചിന്തയിൽ എന്താണ്? നീതിമാനാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല, വരില്ല, അല്ലേ? നീതിമാനാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. വചനം എന്താ പറയുന്നേ? നീതിമാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നേ? പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും ഭാവിയുടെയും ഗതി എന്താകും? അഭക്തന്റെയും ഗതി, എന്റെ ഒറ്റവാക്യം പറഞ്ഞാൽ ഉഴപ്പിപ്പോകുന്നവരുടെ അവസ്ഥ എന്താകുമെന്നാണ്, അല്ലെ? ആത്മീയ കാര്യങ്ങൾക്ക് മുൻഗണന ഇല്ലാതെ പ്രിയമുള്ളവരെ ജീവിക്കുന്നവന്റെ അവസ്ഥ എന്താകുമെന്നാണ് ചോദ്യം. അടുത്ത വാക്യം എന്താ? അടുത്ത വാക്യം, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ. റോസി സൗരി അത് കുറിച്ചിട്ടുള്ള ഹൃദയത്തിൽ, ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ. അപ്പൊ ദൈവഹിതപ്രകാരമുള്ള ചില കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ട്. ദൈവഹിതപ്രകാരം കഷ്ടം അനുഭവിക്കുന്നവൻ എന്തോ ചെയ്യണം? നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. വിശ്വസ്തനായ ദൈവത്തിൽ ഏൽപ്പിക്കട്ടെ. പുറുപുറുക്കരുത്, നിരാശപ്പെടരുത്, ക്ഷീണിച്ചു പോകരുത്. ദൈവഹിതപ്രകാരമുള്ള ചില കഷ്ടങ്ങൾ, അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ടെന്ന് തിരുവെടുത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. നമുക്ക് മടങ്ങി വരാം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം കേൾക്കാൻ വലിയ പുരുഷാരം. പ്രിയമുള്ളവരെ, ആ പുരുഷാരത്തിന്റെ ഭൗതികമായ ആവശ്യങ്ങൾ അത്ഭുതകരമായി ദൈവം എന്ത് ചെയ്യുകയാണ്? നടത്തി കൊടുക്കാൻ മതിയായവനാണ്, വിശ്വസ്തനാണ് എന്ന കാര്യം നാം ഓർക്കുക. അപ്പോൾ നമ്മൾ മറിച്ചൊരു കാര്യം കൂടി ഓർക്കണം. നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിശ്വസ്തരല്ലാതിരുന്നിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്, ഇല്ലേ? പ്രിയമുള്ളവരെ, ആത്മീക ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിട്ടാണോ നമ്മുടെ എല്ലാ കാര്യവും നടന്നിട്ടുള്ളത്? ചിന്തിച്ചാൽ അല്ല എന്ന ഉത്തരമാണ്. പ്രിയമുള്ളവരെ, ദൈവം കാട്ടിയ മനസ്സലും അതിന്റെ പിന്നിലുണ്ട്. അതിലൂടെ നാം തിരിച്ചറിയേണ്ട കാര്യം എന്നാണെന്നറിയാമോ? എന്റെ ഭാഗത്ത് വീഴ്ചകൾ വന്നിട്ടും, ആത്മീയ കാര്യത്തിൽ ഞാൻ ഉദാസീനതകൾ വന്നിട്ടും, വേണ്ടും പോലെ പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടും, പ്രിയമുള്ളവരെ, ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ കഴിയാതെ പോയിട്ടും ദൈവം നമ്മോട് കരുണ കാണിച്ചെങ്കിൽ ആ ദൈവത്തിന്റെ മനസ്സലിവോർത്ത് കർത്താവിനെ ആഴമായി സ്നേഹിക്കാൻ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിക്കേണ്ടതും ഏറ്റവും ആവശ്യമായിരിക്കുന്നു. സമയം മുന്നോട്ട് പോവുകയാണല്ലോ. നമുക്ക് താഴോട്ട് പിന്നീട് അടുത്ത ഭാഗത്തേക്ക് വായിച്ചു വരാം. പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം, അതിന് അവന്റെ ശിഷ്യന്മാർ ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞാൽ കർത്താവെ, നീ ചിന്തിക്കുന്ന കാര്യം എന്താണ്? അതൊരു അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കാരണം ഈ മരുഭൂമിയിൽ ഇവിടെ കടകളൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു സാധനം വില കൊടുത്താലും കിട്ടാനില്ല. ഈ നമ്മുടെ പൈസ മുഴുവൻ അല്ലെങ്കിൽ ഖജനാവിലുള്ള കാശൊക്കെ നോക്കിയാൽ ഒന്നും കിട്ടാൻ സാധനമില്ല. ഇപ്പൊ കർത്താവ് ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇവർക്ക് അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും? അപ്പൊ നമ്മൾ മറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. ഇത് മരുഭൂമിയാണെന്നും അപ്പം കിട്ടുകയില്ലെന്നും അറിഞ്ഞുകൊണ്ടല്ലേ ഈ പുരുഷാരം എഴുതിയിരിക്കുന്നത്. കൂടെയുള്ള ശിഷ്യന്മാര് പറയുകയാണ് ഇത് മരുഭൂമിയാണ്, ഇവിടെ അപ്പം കിട്ടില്ല. അപ്പൊ ശിഷ്യന്മാരിത് പറയുമ്പോ ഈ വന്ന ജനം എന്താ ചിന്തിച്ചേക്കണേ? എന്തെങ്കിലും അപ്പം കിട്ടുന്ന ഓർത്താണ് വന്നേക്കുന്നത്. അപ്പൊ അവർ വന്നത് എന്തിനു വേണ്ടി തന്നെയാണ്? എന്തിനു വേണ്ടി പറഞ്ഞേ? അവർ വന്നത് വചനം കേൾക്കാൻ തന്നെയാണ്, അല്ലെ? അവർ വചനം കേൾക്കാൻ തന്നെയാണ് വന്നത്.
അവർക്കറിയാം ഇവിടെ വേറൊന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല. അവർ ആഹാരം പ്രതീക്ഷിച്ചിട്ടില്ല, അവർ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്ക് വേണ്ടത് ദൈവമക്കളെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഒരു സഹയോഗത്തിലേക്ക് എനിക്ക് ആത്മീകമായി ഒന്ന് വളരണം, എനിക്ക് കർത്താവിനെ ഒന്നുകൂടി അനുഭവിച്ചറിയണം, എനിക്ക് കർത്താവിനെ ഒന്നുകൂടി അടുത്തറിയണം, എനിക്ക് യേശുവിനോട് ഒന്നുകൂടി അടുത്തിരിക്കണം. ഈ കൊതിയോടെ ഒരു സഭായോഗത്തിലേക്ക് വന്നാൽ ദൈവമക്കളെ കർത്താവ് നമ്മെ വെറും കൈയായിട്ട് അയക്കുമോ? പ്രിയമുള്ളവർ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന്, അല്ലെ? നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ കൊതി കൊണ്ടൊക്കെ അങ്ങ് പറഞ്ഞു പോവുക. പക്ഷേ ആ പ്രാപിക്കണമെന്ന് പറയുന്നത് മുഴുവൻ ആത്മീകമായിരിക്കണം. പറയുന്നത് മുഴുവൻ ഏതായിരിക്കണം? ആത്മീകമായിരിക്കുമ്പോ ഭൗതികം എന്ത് ചെയ്യുമെന്നായി പറയുന്നത്, അല്ലേ? ആ ആത്മീകമായി എനിക്കൊന്നും, ഈ അന്ത്യകാലമല്ലേ, എനിക്ക് ഒന്നുകൂടെ കർത്താവിലേക്ക് അടുക്കണം, എനിക്ക് ഒന്നുകൂടെ കർത്താവിന്റെ ശബ്ദം കേൾക്കണം, എനിക്ക് ഒന്നുകൂടെ ഒന്ന് തിരുത്തപ്പെടേണ്ടതുണ്ടാകും, അതിനെക്കുറിച്ച് എനിക്ക് ഒരു ശുദ്ധീകരണം കൂടെ ആവശ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിൽ വരുമ്പോൾ ദൈവമക്കളെ ഭൗതിക വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുക. ഞാനിന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് സഭയിൽ പല ദൈവമക്കളും ശാരീരികമായ ക്ഷീണങ്ങൾ, രോഗം, ക്ലേശങ്ങളൊക്കെ ഉള്ളവരാണ്. സൗഖ്യം തരാൻ ദൈവം മതിയായവനാ. ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ചില കാര്യങ്ങളൊക്കെ ദൈവിക ഉദ്ദേശം എന്താ, പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു, കർത്താവേ നീ സൗഖ്യം നൽകണം, ദൈവം നൽകുന്ന സമയം സൗഖ്യത്തോടെ ഇരിക്കാൻ ഇടയാകണം. എന്നാൽ ദൈവമക്കളെ നമ്മളെ വരുമ്പോ അതൊരു ശുശ്രൂഷകൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ചിന്ത എന്തായിരിക്കണം? ഒരു പ്രതിസന്ധി നിൽക്കുന്നയാൾ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന ചിന്തയിലല്ല. നിങ്ങൾ വരേണ്ടത് എപ്പോഴും കർത്താവിൽ നിന്ന് ആ ജീവന്റെ സമൃദ്ധി അനുഭവിക്കാൻ വേണ്ടി തന്നെയാകണം. ആ നിത്യജീവന്റെ വചനം കേൾക്കാൻ വേണ്ടി തന്നെയാകണം, അല്ലേ? പക്ഷേ കേൾക്കുമ്പോ നമ്മൾ താഴോട്ടൊന്ന് വായിച്ചു പോകാം. അവിടെ ശിഷ്യന്മാര് പറഞ്ഞു, ഇവർക്ക് അപ്പം കൊടുത്ത് തൃപ്തി വരുത്താൻ എങ്ങനെ കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ കർത്താവ് പറയുകയാണ്, 5-ാം വാക്യം, അവൻ അവരോട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു. 7 എന്നവർ പറഞ്ഞു. ഇതൊരു വലിയ ചിന്തയാണ്. ഈ മരുഭൂമിയിൽ ഇത്രയും പേർക്ക് അപ്പം കൊടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചപ്പോ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്? അപ്പൊ നമ്മൾ ഓർക്കണേ, യേശുവിന്റെ കൂടെ ഇപ്പൊ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 3 ദിവസമായി, അല്ലേ? അപ്പൊ ഒരു വീട്ടിൽ നിന്ന് പോകുന്നപ്പോ 7 അപ്പം കൊണ്ട് മാത്രം ആകാൻ സാധ്യതയില്ല, അല്ലേ? കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവർ കുറേശ്ശെ ചെയ്തിട്ടുണ്ട്, അപ്പൊ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3-ാം ദിവസം ഈ കുറേശ്ശെ കഴിച്ചാലത്തെ കൂടെ എന്നറിയാം, ഓരോ ദിവസം ചെല്ലുന്നതോറും വിശപ്പ് കൂടും. നമ്മൾ ഈ ഒറീസയിലൊക്കെ പോയി വന്നു കഴിഞ്ഞാലേ പലപ്പോഴും ഓർക്കുന്നുണ്ട്, പിന്നെ വീട്ടിൽ വരുമ്പോ ഒരു ആർത്തിയാ. കാരണം എന്നറിയാവോ, ഈ വീട്ടിലെ ഭക്ഷണം കഴിക്കാനും ആ മോരുകറിയും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി എന്താണ് എന്ന് പറഞ്ഞാൽ അവിടെ പോയ ഒരു നല്ല ഭക്ഷണമൊന്നും എന്ത് ചെയ്യില്ല, കിട്ടില്ല. ട്രെയിനിലും കിട്ടില്ല, കാരണം 2-3 ദിവസം ട്രെയിനിൽ പോരുമ്പോ ട്രെയിനിലും നല്ല ഭക്ഷണമൊന്നും എന്ത് ചെയ്യില്ല. എന്ന് പറഞ്ഞ പോലെ ഈ പ്രിയയുടെ യേശുവിന്റെ അടുക്കൽ ഈ മരുഭൂമിയിൽ വേറെ കടയിൽ പോയിട്ടൊരു കട്ടൻ കാപ്പി കുടിക്കാനോ ഒരു ചായ കുടിക്കാനോ ഒന്നും ഇല്ല. അപ്പോ ഉണ്ടായിരുന്നത് കഴിച്ചു, പിന്നെ അവസാനത്തെ 7 അപ്പം അവർ എന്തിരിക്കുകയാണ്, മാറ്റി വെച്ചേക്കുകയാണ്. അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? എത്ര അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. 7 എന്നവർ പറഞ്ഞു. 7 എന്നവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അപ്പോൾ നമ്മുടെ പ്രതിസന്ധിയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത്, അതും ഭൗതിക കാര്യത്തിൽ, ഭൗതിക തലത്തിലെ കാര്യമാണ് ഇപ്പൊ ഇന്ന് സംസാരിക്കുന്നത്. ഭൗതിക തലത്തിൽ അത് നമ്മുടെ പട്ടിണി മാറുന്നതാകട്ടെ, നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്നുള്ള വിടുതലാകട്ടെ, നമുക്ക് ലഭിക്കേണ്ട സൗഖ്യങ്ങളോടുള്ള ബന്ധത്തിലാകട്ടെ, അത് ഏത് മേഖലയിലായാലും കർത്താവ് ചോദിക്കുന്നത് നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? പ്രിയമുള്ളവരെ, അവർ 7 അപ്പം ഉണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞു, അവരത് മറച്ചു വെച്ചില്ല. കാരണം കർത്താവിന്റെ സ്വഭാവം അവർക്കറിയാം. ചിലപ്പോൾ 7 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കൊണ്ടുവരാൻ പറഞ്ഞ് മറ്റവർക്ക് എന്ത് ചെയ്യും, കൊടുത്തു വിട്ട് ഞങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. പക്ഷെ അവർ 7 എന്ത് ചെയ്തു അല്ലേ? നിങ്ങൾക്കറിയോ, ഇന്ന് പലപ്പോഴും പല ഞെരുക്കങ്ങളുടെ പിന്നിൽ ഒരു കാരണം ഈ 7 അപ്പം പലരും മറച്ചു വെക്കുകയാണ്. ഈ 7 ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലായോ? ഈ 7 എന്ത് ചെയ്യുകയാണ്, മറച്ചു വെക്കുകയാണ്. ചോദിക്കുന്ന കർത്താവ്, ഇതിപ്പോ നിനക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? നിനക്കിപ്പോ ഈ 7 അപ്പം കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് ആകപ്പാട് ഇത്രയേ ഉള്ളൂ.
അല്ലേ? കാരണം 100 അപ്പോ അല്ലെങ്കിൽ 2000 അപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവരും വാങ്ങാൻ പറ്റുന്നവരൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ ഈ പട്ടിണി കിടക്കുന്ന ഞാനിപ്പോ ഈ 7 അപ്പം കൊണ്ട് തന്നിട്ട് എന്ത് ചെയ്യാനാണ്? പക്ഷെ കർത്താവ് പറയുന്നത് അതിന്റെ പിന്നിൽ ആ 7 അപ്പം കയ്യിലുള്ളത് എന്താണോ അത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാൻ പറ്റണമെങ്കിൽ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. അല്ലേ? നിങ്ങൾ ആ വാക്കൊന്ന് വായിച്ച്. ആ 7 അപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. എന്താ? അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി. അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഈ പുരുഷാരത്തിനും മനസ്സിലായി അപ്പം എത്രയേ ഉള്ളൂ? 7 അപ്പം കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത് പുരുഷാരത്തോട് എന്ത് ചെയ്യാനായിട്ട്? ഇരിക്കാനായിട്ട്. അവര് പറയുകയാണ്, ഈ 7 അപ്പം നുറുക്കിയിട്ട് ഓരോ പീസ് തരാൻ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഈ 7 അപ്പം നുറുക്കിയിട്ട് ഓരോ പീസ് തരാൻ ഇരിക്കേണ്ട കാര്യമുണ്ടോ? കാര്യം കർത്താവ് ഇരിക്കാൻ പറഞ്ഞെങ്കിലും നമുക്കിരിക്കാം. നമുക്കൊന്ന് കൈ നീട്ടിയാൽ പോരെ, ഒരു കഷണം എന്ത് ചെയ്യും? അല്ലേ? പണ്ട് പള്ളിയിലെ കുർബാനയ്ക്ക് അപ്പം കിട്ടുന്ന പോലെ അല്ലേ, ഒരു കഷണം അല്ലേ? അതിനൊപ്പം ഇരിക്കേണ്ട കാര്യമുണ്ടോ എന്നവർ ചിന്തിച്ചിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? പറഞ്ഞേ. അപ്പൊ അവരിരുത്തിയ ഘടകം എന്താണ്? ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മധ്യേ ഉണ്ടാകാൻ ആവശ്യമായത് പ്രത്യക്ഷത്തിൽ നാം കാണുന്നത് അനുസരണമാണ്. കർത്താവ് പറയുന്നത് അനുസരിക്കാൻ നമുക്ക് കഴിയണം. അനുസരണം. പക്ഷെ അനുസരിക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസം അകത്തു വേണം. വിശ്വാസം ഉള്ളവനെ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? അനുസരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ പ്രിയമുള്ള, ഈ 7 അപ്പം യേശുവിന്റെ കയ്യിൽ കൊടുത്തതുപോലും ആ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ്. കാരണം ഇത് ഞാൻ കൊടുക്കുന്നത് ആരുടെ കയ്യിലേക്കാണ്? യേശുവിന്റെ കയ്യിലേക്കാണ്. ഈ 7 അപ്പം കൊടുക്കുന്നത് യേശുവിന്റെ കയ്യിലേക്കാണ്. ഈ 7 അപ്പം കൊണ്ട് മറ്റു ചിലർക്ക് കൂടെ പ്രയോജനം വരുവാണെങ്കിൽ ഉണ്ടാകട്ടെ. വേണമെങ്കിൽ എനിക്ക് തന്നെ തിന്നത് എന്റെ വിശപ്പ് മാറ്റാം. അല്ല, ഇതിൽ നിന്ന് ചിലരുകൂടെ പ്രയോജനപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ. പ്രിയമുള്ളവരെ, കൊടുക്കാൻ ഒരു വിശ്വാസം വേണം. പ്രിയമുള്ളവർ, യേശു പറഞ്ഞത് അനുസരിക്കാൻ ഒരു വിശ്വാസം വേണം. പക്ഷെ നമ്മൾ ആകത്വ കടന്ന് ഇനി വളരെ ശ്രദ്ധിക്കണേ. എവിടെയെല്ലാം ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ടോ അതിന്റെ പിന്നിൽ അനുസരണം ഉണ്ടായിട്ടുണ്ട്. അനുസരിക്കാതെ ഒരനുഗ്രഹം അനുഭവിക്കുക എന്നുള്ളത് എന്താണ്? പറഞ്ഞേ, അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ യേശു ചെയ്ത അത്ഭുതങ്ങളുടെ മുഴുവൻ ലിസ്റ്റ് എടുത്ത് നോക്കിക്കേ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. കർത്താവ് കനാവിലെ ആദ്യത്തെ അത്ഭുതം, കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. വീഞ്ഞ് തീർന്നു. ഒന്ന് കണ്ണു തുറന്നിരുന്ന നല്ലതായിരുന്നു. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കി. കാരണം അധികം ഇങ്ങോട്ട് നേരെ നോക്കിക്കേ. ഒന്നും ഉഷാർ ക്ഷീണമൊക്കെ കാണും. എനിക്കറിയാം, ജോലി ഇതൊക്കെ വരുമ്പോ ഒക്കെ ക്ഷീണം കാണും. എന്നാലും നമ്മുടെ ഇതൊന്ന് കേൾക്കണ്ടേ? ഇത് നമ്മൾ ഗ്രഹിക്കാതെ എങ്ങനെ നമുക്ക് ആത്മീക ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും? യേശു പറയുകയാണ്, 5 ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നപ്പോ യേശു പറഞ്ഞ വാക്കെന്താണ്? ആ കൽപാത്രങ്ങളിൽ എന്ത് ചെയ്യണം? വെള്ളം നിറയ്ക്കാനായിട്ട് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞ കാര്യം അവരനുസരിച്ചു. അതിനേക്കാൾ പ്രയാസം അടുത്ത ഘട്ടമാണ്. അത് കോരി വിരുന്നുവാഴിക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഒരത്ഭുതം നടക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ഈ പറയുന്നത്? അനുസരണം വേണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ നമുക്ക് എന്ത് വേണം? അനുസരിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? വിശ്വാസം വേണം. ദൈവത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് അനുസരിക്കാൻ കഴിയൂ. അനുസരിക്കാൻ കഴിഞ്ഞെങ്കിലേ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, ഇത് കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ വെള്ളം കോരി ആളുകൾക്കറിയാം ഇതെന്താണ്? പച്ചവെള്ളമാണ്, കിണറ്റിലെ വെള്ളമാണ് കോരി നിറച്ചത്. ഈ വെള്ളം കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞാത്ത സ്ഥിതി എന്താ? വിരുന്നുവാഴി വീഞ്ഞു തീർന്ന വേദനയിൽ ഇരിക്കുമ്പോ പച്ചവെള്ളം കോരിക്കൊണ്ട് പറയുകയാണ്, വിരുന്നുവാഴി ഇതാ നല്ല വീഞ്ഞ് എന്ന് പറഞ്ഞു കൊടുത്താൽ സ്ഥിതി എന്തായിരിക്കും? അല്ലേ? പക്ഷെ ഇവര് വേറെ ഒന്നും ചിന്തിച്ചില്ല. യേശു പറഞ്ഞത് എന്ത് ചെയ്തു? അനുസരിച്ചു. യേശു പറഞ്ഞതനുസരിച്ചു. അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. യേശു പറഞ്ഞതനുസരിച്ചു. അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെല്ലുകയാണ്. കല്ലറയ്ക്കൽ ചെന്ന് കഴിഞ്ഞപ്പോ യേശു പറയുന്നൊരു വാക്കുണ്ട്. ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് കല്ലെന്ത് ചെയ്യണം?
കല്ല് മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, കല്ല് മാറ്റാൻ പറയുമ്പോൾ മാർത്ത പറയുന്നൊരു വാക്കുണ്ട്, കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ. യേശു പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നാണ്. എന്ന് പറഞ്ഞ കല്ല് മാറ്റണമെങ്കിൽ എന്തോ വേണം? വിശ്വാസം വേണം. പ്രിയമുള്ളവരെ, നീ അനുസരിച്ചില്ലെങ്കിൽ എന്നല്ല യേശു പറഞ്ഞത്, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നാ യേശു ചോദിച്ചേ. കാരണം ഈ കല്ല് മാറ്റാത്തതിന്റെ കാരണം എന്താണ്? കല്ല് മാറ്റാൻ മടിക്കുന്ന കാര്യം എന്താണ്? നിന്റെ അകത്തെന്തില്ല? വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ നീ കല്ല് മാറ്റും. യേശു പറഞ്ഞ കാര്യം അനുസരിക്കണമെങ്കിൽ അകത്തെന്ത് വേണം? എന്ത് വേണം? വിശ്വാസം വേണം. പ്രിയമുള്ളവരെ, വിശ്വാസം വേണം. യേശു പറഞ്ഞത് അനുസരിക്കാൻ ഒരു വിശ്വാസം. അവിടെയാണ് നമ്മൾ ആരംഭം മുതൽ ശ്രദ്ധിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ ജനം പുരുഷാരം 3 ദിവസമായിട്ട് കർത്താവിന്റെ അടുക്കൽ ഇരിക്കുമ്പോ ഈ 7 അപ്പം കൊണ്ട് 4000 പുരുഷാരത്തെ പോയി തീറ്റിയ തൃപ്തരാക്കിയ സംഭവം എഴുതി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്റെ ജീവിതത്തിൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാനല്ല, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാനാണ്. ഞാൻ പ്രത്യാശയം നിങ്ങൾ മനസ്സിലാക്കിയോ? യേശു ചെയ്തൊരു അത്ഭുതം നമ്മൾ വിശദീകരിക്കുമ്പോ നമ്മൾ എന്താ ഓർക്കുന്നത്? എന്റെ ജീവിതത്തിലും ഒരു അത്ഭുതം, അതാണോ വിശ്വസിക്കേണ്ടത്? അല്ല, നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? യേശു ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണെങ്കിലോ എന്റെ ജീവിതത്തിൽ എന്തും ചെയ്യാൻ കർത്താവിന് കഴിയില്ലേ? അവൻ ദൈവപുത്രനായതുകൊണ്ട്, അവൻ ദൈവമായതുകൊണ്ട്. ദൈവമക്കളെ, ഞാന് സഭയോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങളിൽ പലരും ഉഴപ്പിപ്പോകുന്നത്? സഭ, ഞാൻ നമ്മുടെ ഈ കൊച്ചു സഭയോടുള്ള ബന്ധത്തിലും എന്റെ ഉള്ളിലൊരാഗ്രഹം, പ്രിയമുള്ളവർ, ഒരു ദൈവപ്രവൃത്തി സഭയിലൂടെ വെളിപ്പെടണമെന്നാണ്. പക്ഷെ എങ്ങനെയാണത് സാധിക്കുന്നത്? കർത്താവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കാൻ, പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നത് അനുസരിക്കാൻ തക്ക നിലയിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു കൂട്ടമായിട്ട് നമ്മൾ എല്ലാവരും മാറണം. ചിലരല്ല, എല്ലാവരും. ദൈവം നമ്മുടെ അവസ്ഥ അങ്ങ് മാറ്റും. ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. പ്രിയമുള്ളവരെ, ഈ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് മറ്റുള്ളവരോട് പറയത്തക്കവണ്ണമുള്ള ചില ദൈവപ്രവൃത്തികൾ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യും. ദൈവമക്കളെ, അപ്പൊ അതിലൂടെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. പ്രിയമുള്ളവർ, എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. കാരണം അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം പ്രത്യേകമായിട്ട് ദൈവം ഇന്നിടപെട്ടത്. എന്താണ്? നീതിമാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നുവെന്ന്, പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെന്ന്. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്ത് നമ്മുടെ മധ്യേ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ചില രോഗങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ചിലരുടെ പട്ടിണി മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം നൽകാൻ ദൈവത്തിന് കഴിയും. തക്ക സമയത്ത് വിവാഹങ്ങൾ നടത്താൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ഏതായിരുന്നാലും അത് നിറവേറ്റാൻ ദൈവത്തിന് കഴിയും. അതിലൂടെ ദൈവത്തിന് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അനേകരുടെ മുമ്പിൽ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്നും അവൻ ദൈവപുത്രനാണെന്നും അവനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണമെന്നും സാക്ഷിപ്പാനായിട്ട് നമുക്ക് കഴിയും. അല്ലേ? പ്രിയമുള്ളവർ, നിങ്ങൾ ആ ഒരു വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നാം വായിച്ചത്, അവൻ പുരുഷാരത്തോടെ എന്ത് ചെയ്തു? നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. അവരെന്ത് ചെയ്തു? നിലത്തിരുന്നു. അവർ ഇരുന്നു. അല്ലേ? അവർ ഇരുന്നു. ഈ 4000 പുരുഷന്മാർ ഈ 7 അപ്പം കണ്ടുകൊണ്ട് കർത്താവിന്റെ വാക്ക് കേട്ട് അവർ നിലത്ത് അവരിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്നത് പ്രിയമുള്ളവരെ, ഈ ആത്മീയ കാര്യത്തിൽ എല്ലാവരും ഒരു ഉത്സാഹത്തിൽ ഒന്ന് കാണിച്ചാൽ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്, ഇത് ഉദാഹരണമാണ്, അപ്പോൾ തന്നെ എന്റെ ഉള്ളിലെ ഭാരം കൂടെയാണ്, എന്നോട് ഞാൻ പറയുകയാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ സഭായോഗം തുടങ്ങുന്നത് 9 മണിക്കാണ്. അപ്പോ 9 മണിക്ക് തുടങ്ങുമ്പോൾ നമ്മളൊരു പാട്ട് പാടുക. എന്തിനാ ഈ പാട്ട് പാടുന്നറിയാമോ? കാരണം ആ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എന്ത് ചെയ്യണം? സഭാ ഹാളിലേക്ക് ഓടിയെത്തണം. അല്ലേ? അങ്ങനെ വരുമ്പോ ഞാൻ ഓർക്കുന്നത്, എന്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഈ കർത്താവിന് എത്രത്തോളം സന്തോഷമായിരിക്കും.
അല്ലേ? എന്ത് ചെയ്യാണ്? കാരണം ആ പാട്ട് കഴിയുമ്പോഴത്തേക്കും കണ്ണുറന്ന് നോക്കുമ്പോ സഭാഹോളിൽ മുഴുവൻ ആളുകളും എന്താണ്? പ്രസന്റ് ആയിരിക്കുകയാണ്. അല്ലേ? ഒരു സങ്കീർത്തന വായന സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സങ്കീർത്തന വായനയും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിലോ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ ആരെ അനുസരിക്കുന്നു? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക, നമ്മൾ ആരെ അനുസരിക്കുന്നു? അപ്പോ അതിന്റെ അർത്ഥം 9 മണിക്ക് വന്നപ്പോ എല്ലാവരും അനുസരിച്ചു എന്നാണ്? ഒരിക്കലുമല്ല. അപ്പൊ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചില യാത്രകളൊക്കെ പോയി. 9 മണിക്ക് പോകുമെന്ന് പറഞ്ഞു, 8 മണിക്ക് പോകുമെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ നമ്മൾ യാത്ര പുറപ്പെട്ടു. അപ്പൊ ഞാനത് വരാത്തവരെ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ, എനിക്ക് വേദനപ്പെടുത്താൻ അങ്ങ് ചിന്തിക്കുക. എന്റെ ഉള്ളിലെ കൊതി ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്റെ ഉള്ളിലെ ആഗ്രഹം നിങ്ങളോട് പറയുകയാണ്. ദൈവമക്കളെ, നമ്മൾ വിശ്വസ്തത കാണിച്ചാൽ, അല്ലേ? ഞാൻ പറയുന്നത്, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സഭാഹോളിൽ വന്നാൽ കർത്താവിന് എത്ര സന്തോഷമാണത്. കാരണം നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? പുരാച്ചമ്പാസുക്ക് വേണ്ടിയാണോ? മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? ആരോടാ കാണിച്ചേ? ആരോടാ കാണിച്ചേ? പ്രിയമുള്ളവർ, 8 മണിക്ക് വണ്ടി പോകുന്നു പറഞ്ഞപ്പോ 8 മണിക്ക് മുമ്പായിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയത് ആരോട് കാണിച്ച സ്നേഹ? നിങ്ങൾ ആരോട് കാണിച്ച സ്നേഹ? ആ വീട്ടുകാരോട് കാണിച്ച സ്നേഹമല്ലേ? സത്യമാണോ? അല്ലേ? കുര്യാക്കോസ് പറഞ്ഞു 8 മണിക്ക് മണ്ണൂത്തിന്ന് വണ്ടി പോകും, 8 മണിക്ക് മുമ്പ് എത്തണമെന്ന് പറഞ്ഞപ്പോ ഒരാളെ 8:30 എത്തിയെന്ന് വിചാരിക്കുക. വാസ്തവത്തിൽ നിങ്ങൾ കാണിച്ച അപകടം ആരോടാണ്? കാരണം അരമണിക്കൂർ ഇനി വണ്ടി വൈകിക്കഴിഞ്ഞാൽ അവിടെ ശുശ്രൂഷ അരമണിക്കൂർ വൈകും. അപ്പോ ആ വ്യക്തിയോട് കാരണം സ്നേഹം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 8 മണിക്ക് മുമ്പായിട്ട് എത്തി. കർത്താവ് പറഞ്ഞു, നിങ്ങളെ സഭായോഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഉപവാസ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഉപവാസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കാണുകയാണ്. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് തന്നെ കഴിയും. മക്കളെ, നിങ്ങളൊക്കെ ചിന്തിച്ചുകളൊക്കെ പറയുക, നിങ്ങളൊക്കെ പറയണം, മോളെ പപ്പോട് പറയണം, വെള്ളിയാഴ്ച എന്നെ എന്ത് ചെയ്യണം? പപ്പ എവിടെയെങ്കിലും പൊക്കോ, എന്നെ എവിടെ കൊണ്ടുവരണം? ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവിട്ടേച്ച് പൊക്കോ എന്ന് പറയണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം കേട്ടോ. ഹിൻസ പറയണം, കുഞ്ഞുങ്ങൾ നിങ്ങൾ വരണം. ഒരുമിച്ചിരുന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഈ ദേശത്ത് ഈ നശിച്ചു പോകുന്ന ജനത്തോട് പലരോടും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 400 വീടുകളിൽ അധികം നമ്മൾ കഴിഞ്ഞ ക്രിസ്തുമസിന് എന്ത് ചെയ്തു? ആ സുവിശേഷത്തിന്റെ ലഘുലേഖ എത്തിച്ചു. നമ്മൾ ഉത്സാഹത്തോടെ എല്ലാവരും പങ്കാളികളായി. നമുക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല, ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. പക്ഷെ വചനം പറയുന്നു, കണ്ണുനീരോടെ വിതച്ചാൽ എന്ത് ചെയ്യുമെന്ന്, അല്ലേ? അപ്പൊ കൊയ്ത്തില്ലാത്തതിന്റെ കാരണം എന്താ? കൊയ്യാത്തതിന്റെ കാരണം എന്താ? കണ്ണുനീരില്ലെന്നുള്ളതാ. നമുക്ക് കരയാം ദൈവമക്കളെ, നമുക്ക് കരയാം. ഈ ദേശത്ത് ഈ നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി കരയാനാ നമ്മൾ വെള്ളിയാഴ്ച കൂടുന്നത്. നമ്മൾ അതിനുവേണ്ടി കഴിയുമെങ്കിൽ മാസത്തിൽ ഒരു 3 ദിവസം കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് ഒന്നും കഴിയില്ല, നമ്മളെ കൊണ്ട് ഒരു കാര്യവും പറ്റില്ല. പക്ഷെ കർത്താവിന് കഴിയാത്ത കാര്യമില്ല, അല്ലേ? കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവർ, ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ അകത്ത് വരാൻ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പക്ഷെ നമ്മുടെ ഭൗതിക കാര്യത്തെക്കാൾ മുൻഗണന കർത്താവിന് കൊടുക്കാൻ പറ്റുമോന്നാ ചോദിക്കുന്നേ. കർത്താവിനെ വിശ്വസിക്കുന്നവന് മാത്രമേ അത് പറ്റുകയുള്ളൂ. ദൈവമക്കളെ, കർത്താവിനെ വിശ്വാസമാണ് അനുസരണത്തിലേക്ക് നയിക്കുന്നത്. 9 മണിക്ക് മുമ്പേ സഭാഹോളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് കർത്താവിനുള്ള വിശ്വാസവും ദൈവഭയവും അനുസരണവുമാണ്. നിങ്ങളൊരു വാക്ക് വായിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്നോടെ വായിക്കുക. യിരെമ്യാവിന്റെ പുസ്തകം 49 10 വാക്യം ഒന്ന് വായിക്കാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49 10 വാക്യം. 49. ഏശാവിനെ ഞാൻ നഗ്നമാക്കി, അവന്റെ ഗൂഢസ്ഥലങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു. യിരെമ്യാവ് 49 10 അല്ലേ? 48 10. യിരെമ്യാവ് 48 10. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങളൊരു ഈ വാക്ക് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഈ ദൈവജനം വിശ്വസിക്കുന്നുണ്ടോ? യഹോവയുടെ പ്രവൃത്തി, ദൈവത്തിന്റെ കാര്യങ്ങൾ, ദൈവീക കാര്യങ്ങൾ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ. അല്ലേ? അതാര് പറഞ്ഞു? ഇതാര് പറഞ്ഞു? ദൈവം പറഞ്ഞു. അതിന്റെ കാര്യം എന്താ? ദൈവം നോക്കുമ്പോ എല്ലാവരും അവരവരുടെ കാര്യത്തിൽ എന്താണ്? നല്ല ഉത്സാഹമുണ്ട്.
അവരവരുടെ കാര്യങ്ങൾക്ക് എല്ലാം നല്ല ഉത്സാഹമുണ്ട്, ഓടിയെത്തും, എവിടെ വേണമെങ്കിലും ഓടിയെത്തും. ദൈവത്തിന്റെ കാര്യത്തിനോ ദൈവിക കാര്യത്തിനോ എന്തില്ല? ഉത്സാഹമില്ല, അല്ലേ? അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അനുഗ്രഹമാണോ ശാപമാണോ? കർത്താവിന്റെ വചനം പറയുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ. ഒരു വാക്യം കൂടെ വായിക്കാമോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 47-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 28-ന്റെ-47. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട്. അല്ലേ? അപ്പൊ ദൈവത്തെ എങ്ങനെ സേവിക്കണം? ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും പിന്നെ ഉന്മേഷത്തോടും, അല്ലേ? ഉന്മേഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട് എന്ത് സംഭവിക്കും? യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. അല്ലേ? ശത്രുവിനെ സേവിക്കേണ്ടി വരുമെന്നാണ്. പ്രിയമുള്ളവരെ, ശത്രുവിനെ സേവിക്കണോ ദൈവത്തെ സേവിക്കണോ? 47-ന്റെ തുടക്കം വാക്യം ശ്രദ്ധിച്ചോ? സകല നന്മകളുടെയും സമൃദ്ധി ഹേതുവായിട്ട്. വാസ്തവത്തിൽ ദൈവം സമൃദ്ധി നൽകുമ്പോ, അനുഗ്രഹങ്ങൾ നൽകുമ്പോ പ്രാർത്ഥന കൂടുകയാണോ കുറയുകയാണോ വേണ്ടേ? എന്താ വേണ്ടേ മോളെ? കൂടണം, അല്ലേ? പ്രാർത്ഥന കൂടണം. ഞാൻ ഈ വിവാഹം കഴിഞ്ഞ മക്കളോടൊക്കെ നിങ്ങൾക്ക് അല്പസമയത്തേക്ക് ഒരു കൺസെഷനൊക്കെ ഉണ്ട്, അല്ലേ? കാരണം നിങ്ങൾക്ക് പല യാത്രകളും ഒക്കെ ഉണ്ടെന്ന് അറിയാം. പോട്ടെ. പക്ഷെ ഉള്ളിൽ ഈ വചനമൊക്കെ കിടന്ന് എന്ത് ചെയ്യണം? കത്തണം, അല്ലേ? കാരണം ദൈവം നമുക്ക് തന്ന നന്മ നമ്മൾ ഒരിക്കലും മറക്കാതെ നല്ല ഹൃദയ സന്തോഷത്തോടെ നല്ല ഉന്മേഷത്തോടെ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ നമ്മൾ സേവിക്കണം. ദൈവജനം പറയുകയാണ്. അങ്ങനെ അല്ല നമ്മൾ സേവിക്കുന്നതെങ്കിൽ ശത്രുവിനെ ഞെരുക്കത്തോടെ സേവിക്കുക. നമുക്ക് ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഉള്ളിൽ ഭയമാണ്. നമ്മൾ ഓരോരുത്തരും ഓർത്ത് നോക്കിക്കേ, നമുക്ക് ഉത്സാഹം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ റോമാലേഖനം 12-ന്റെ 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേയും. റോമാലേഖനം 12-ന്റെ 11-ാമത്തെ വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഈ വലിയ പുരുഷാരം ആഹാരമില്ല, ഭക്ഷണമില്ല. പ്രിയമുള്ളവരെ, അവർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവർ തിരിച്ചു പോകുന്നില്ല. ആ മരുഭൂമിയിൽ വചനം കേട്ടിരിക്കുകയാണ്. അവരോടാണ് യേശു മനസ്സലിഞ്ഞത്. അവരുടെ കാര്യമാണ് യേശു നടത്തിയത്. അവർക്ക് വേണ്ടിയാണ് യേശു അത്ഭുതം പ്രവർത്തിച്ചത്. ഇപ്പൊ പ്രിയമുള്ളവരെ, വചനം കേൾക്കാൻ, ആത്മീയ കാര്യങ്ങൾക്ക് ഉത്സാഹത്തോടെ മുന്നോട്ട് വരുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന്. കർത്താവിന്റെ പ്രവൃത്തി ഉണ്ടാകും ദൈവമക്കളെ, നിശ്ചയമാണ്. ദൈവ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. പ്രിയമുള്ളവരെ, ഈ കർത്താവിന് മുൻഗണന, ദൈവിക കാര്യത്തിന് മുൻഗണന നൽകിയാൽ 7 അപ്പം അവരുടെ കയ്യിൽ അവർ ഭക്ഷിക്കേണ്ടതാ. അത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ പ്രിയമുള്ളവരെ സംഭവിച്ചതെന്താ? അത് അനേകർക്ക് അനുഗ്രഹമായി മാറി. ദൈവം നമുക്ക് നൽകിയത് നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്? പ്രിയമുള്ളവരെ? എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഈ കൊടുക്കുന്ന കാര്യത്തിലും ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 2 കൊരിന്തി 8-12 ഒന്ന് വായിച്ച്. 2 കൊരിന്തി ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 8-12. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. അവൻ എന്തോ ലഭിക്കും? ദൈവപ്രസാദം. എന്താ പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല എന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? കയ്യിലിപ്പോ എത്രയപ്പം ഉണ്ട്? 7 അപ്പമുണ്ട്, അല്ലേ? അപ്പോ 7 അപ്പം കൊണ്ട് കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോ ആൾക്കാരും കാണുമല്ലേ? എന്നാ കർത്താവിന്റെ മുമ്പിലും ഒരു മാന്യത കിട്ടും. ഒരു 2000 രൂപയുടെ കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം? അപ്പം മേടിക്കാം, അല്ലേ? ഒരു 2000 രൂപയുടെ കടം വാങ്ങി, അല്ലെ? അപ്പം വാങ്ങിച്ച് എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുമ്പിൽ എന്താവും? അല്ലെ? കടം കൂടുന്നേ ഉള്ളൂ, പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ മാന്യത കിട്ടൂല്ലേ? അത് വേണ്ടാന്നാ ഈ പറഞ്ഞ്. കടം മേടിച്ചൊന്നും ചെയ്യണ്ട.
അല്ലേ? മറ്റുള്ളവർ മാന്യത കിട്ടാനും ചെയ്യണ്ട. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രാപ്തി ഉള്ളതുപോലെ. എന്താ ഉള്ളത്? 10 രൂപ കൊടുക്കുക, ഒരപ്പം ഉള്ളോ? പ്രാപ്തി ഉള്ളതുപോലെ, അല്ലേ? പ്രിയമുള്ളവരെ, പ്രാപ്തി ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുമ്പോ പ്രിയമുള്ളവരെ, ഞാൻ പലതും ഈ നാളുകളിൽ കണ്ടും കേട്ടും ഒക്കെ മനസ്സ് വേദനിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ കാര്യമല്ലേ പറയുന്നത്? പലതും എനിക്കറിയാം. പ്രാപ്തി ഉണ്ടായിട്ടും പ്രിയമുള്ളവരെ ഒന്നും ചെയ്യാതെ പോകുന്ന ആളുകൾ, കരുതി വെച്ചതൊക്കെ പ്രിയമുള്ളവരെ പോകുന്ന മാർഗങ്ങൾ, ജനത്തിന് എന്തുകൊണ്ട് ദൈവഭയം നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം ഇല്ലാതെ പോകുന്നു? പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളെ എന്തുകൊണ്ട് ജനം മറന്നുപോകുന്നു? കർത്താവ് പറയുന്നത് എത്ര സിമ്പിളാണ്. മനസ്സൊരുക്കം വായിക്കാതെ വിട്ടുപോയോ? മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 9 മണിക്ക് വരും പ്രാർത്ഥനയ്ക്ക്, 9 മണിക്ക് വരും. മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കും, അല്ലേ? മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ ഓൺലൈൻ മീറ്റിംഗിലും എന്ത് ചെയ്യും? പങ്കെടുക്കും. മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉള്ളതുപോലെ പ്രാപ്തിക്കനുസരിച്ച് എന്ത് ചെയ്യും? പ്രാപ്തിക്കനുസരിച്ച്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇല്ല, അതിലേക്ക് പോകുന്നില്ല. പോട്ടെ, നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിശ്വാസമായിട്ട് മാറട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസം. അപ്പം 3 പ്രധാനപ്പെട്ട കാര്യമാണ് അതിലൂടെ നമ്മൾ ഓർക്കുന്നത്. ഒന്ന്, അനുസരിക്കാതെ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ സാധ്യമല്ല. അനുസരിക്കണമെങ്കിൽ എന്താവശ്യമുണ്ട്? വിശ്വാസം ആവശ്യമുണ്ട്. വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് കർത്താവിനെ കേൾക്കുന്നതിലൂടെയാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് വരുന്നത്. 3 ദിവസം യേശുവിന്റെ കൂടെ ആയിരുന്ന ശിഷ്യന്മാർക്കും തങ്ങൾക്ക് വേണ്ടി കഴിക്കേണ്ട ആഹാരം, പ്രിയമുള്ളവരെ, അത് യേശുവിന്റെ കയ്യിൽ കൊടുക്കാൻ തക്കവണ്ണം അവർക്കൊരു മനസ്സൊരുക്കമുണ്ടായി. അവർക്ക് വേണമെങ്കിൽ സ്വന്തം കഴിക്കുക, ഇല്ലേ? എന്റെ വീട്ടിലുണ്ടാക്കുന്ന നന്മ എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും അങ്ങനെ കഴിക്കാം, അല്ലേ? ഈ 7 അപ്പം അവർക്ക് തന്നെ കഴിക്കാം. പക്ഷെ അവർ ചെയ്തു, അത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. കൂട്ടായ്മ അവിടെയാണ് വെളിപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എന്ത് കഴിഞ്ഞിട്ടുണ്ട്? പ്രിയമുള്ളവരെ, എത്രത്തോളം നമ്മുടെ വിശ്വാസം അനുസരണമായി വെളിപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം ആത്മീയ കാര്യങ്ങളിൽ നാം ഉത്സാഹികളായി മാറിയിട്ടുണ്ട്. ഒരു വാക്യം കൂടെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോ അടുത്തൊരു ഭാഗം നമ്മൾ കാണുന്നു. 8:11 വാക്യം. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ചു, അവനുമായി തർക്കിച്ചു തുടങ്ങി. നിങ്ങളെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ. പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഒരു അടയാളം അന്വേഷിച്ചു, അവനുമായി തർക്കിച്ചു തുടങ്ങി. ഇപ്പൊ നടന്ന അടയാളം എവിടെയാണ്? ഇപ്പൊ കണ്ട അടയാളം എവിടെയുള്ളതാ? ഭൂമിയിൽ. അപ്പൊ അവര് പറഞ്ഞ ഭൂമിയിലെ അടയാളം ഒന്നും പോരാ, ഇനി എവിടെ നിന്ന് ചെയ്യണമെന്ന്? ആകാശത്ത്. ചിന്തിച്ചു നോക്കി. ആകാശത്ത് നിന്ന് അടയാളം ചെയ്യണമെന്ന് മാത്രമല്ല, കർത്താവിനോട് എന്ത് ചെയ്യാൻ തുടങ്ങി? തർക്കിച്ചു തുടങ്ങി. അപ്പൊ എന്തൊക്കെ പറഞ്ഞായിരിക്കും തർക്കിക്കുന്നേ? കർത്താവേ, ഇതിപ്പോ പലർക്കും പറ്റും, ഇതത്ര വലിയ അത്ഭുതമൊന്നുമല്ല, നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ വിശ്വസിക്കാം. അത്ഭുതം എവിടെ നിന്ന് ചെയ്യണം? ആകാശത്ത്. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരത്ഭുതം ചെയ്യണം, അല്ലേ? ആകാശത്ത് നിന്ന് അത്ഭുതം ചെയ്തവരെന്തോ പറയും? ഞാൻ ഈ മർക്കോസിന്റെ സുവിശേഷം പിന്നീട് വായിച്ചിങ്ങനെ വന്നപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാക്കുണ്ട്. ഞാൻ അതോടെ പറഞ്ഞു നിർത്താം, നമുക്ക് പിന്നെ ചിന്തിക്കാം. 12-ാം അധ്യായം എടുത്ത്. 12-ാം അധ്യായം 12-ാം അധ്യായത്തിലാണോ? 12-ാം അധ്യായം. 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 12:12. ഈ ഉപമ തങ്ങളെക്കുറിച്ച് ആകുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. ഈ ഉപമ ഏതാണെന്നറിയാമോ? ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, വേലി കെട്ടി, ചക്കും കുഴിച്ചിട്ടു, കുടിയാന്മാരെ ഏൽപ്പിച്ചു, ഫലം തിരഞ്ഞു വന്നപ്പോ കണ്ടില്ല, അല്ലേ? അപ്പോ ഈ മകനെ, ഈ യജമാനന്റെ മകനെ കൊന്നുകളഞ്ഞ കാര്യമൊക്കെയാണ് മുകളിൽ പറയുന്നത്. അപ്പൊ ഈ ഉപമ കേട്ടപ്പോ പരീശന്മാര്, ശാസ്ത്രിമാര് പറയുകയാണ്, ഈ ഉപമ ആരെക്കുറിച്ച് പറയുകയാണ്? തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി?
ഇത് കുര്യാച്ചൻ പാസ്റ്റർ എന്നെ കുറിച്ച് പറയുന്നതാണ്, ഇത് എന്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നതാണ്. സത്യമല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? ഈ യേശു ഈ പരീക്ഷന്മാരും ആളുകൾക്ക് അടുത്തിരുന്നപ്പോ ലോകത്തിലുള്ള വേറെ ആളെ കുറിച്ചാണ് പറഞ്ഞേ? അല്ല, അവരെ കുറിച്ച് തന്നെയാ പറഞ്ഞേ, അല്ലേ? പക്ഷെ അവർ എന്ത് ചെയ്യുന്നു? അതവർക്ക് മനസ്സിലായി. ഇത് പറഞ്ഞത് ആരെ കുറിച്ചാണ്? അതെങ്ങനെയാ മനസ്സിലായ? കാരണം ഈ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുള്ളതാണ്. ഞങ്ങളാണ് ഈ കുറ്റം കാണിച്ചത്, ഞങ്ങളാണ്. ഈ കുഴപ്പമുള്ളത് ഞങ്ങളുടെ ഭാഗത്താണ്. അവർക്കത് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്യണം? കർത്താവേ ക്ഷമിക്കണം, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. കർത്താവേ ക്ഷമിക്കണം, കർത്താവേ തെറ്റിപ്പോയി, കർത്താവേ ഇനി ശേഷിക്കുന്ന നാൾ എത്ര കാലമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എത്ര ദിവസം ഭൂമിയിൽ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ, കർത്താവേ തെറ്റിപ്പോയി കർത്താവേ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാൻ നോക്കിയെന്ന് ശ്രദ്ധിച്ചേ? അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എന്നാൽ പുരുഷാരത്തെ ഭയപ്പെട്ട് അവനെ വിട്ടുപോയി. ദൈവമക്കളെ, ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോ, നാം വായിക്കുമ്പോ, പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോ ഇത് എന്നോടാണ് പറയുന്നതെന്ന് പറയുന്ന എത്രയോ സന്ദർഭം നമുക്കുണ്ട്, എന്റെ ജീവിതത്തിലുണ്ട്. ഇത് എന്നോട് സംസാരിക്കുന്ന കാര്യം നിങ്ങളോട് ചിലപ്പോൾ പറയുന്ന വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്നോട് പറയും ഇത് നിന്നോടും കൂടെയാണ്. പ്രിയമുള്ളവരെ, അപ്പൊ എന്ത് ചെയ്യണം? ആ പ്രസംഗം പ്രസംഗിക്കാതിരിക്കണം, അല്ലേ? അത് വിട്ടുകളയണം. അല്ല, ഞാനും തിരുത്തണം. നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയാണ് ഈ വചനം. ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായിട്ടല്ല, നമുക്ക് വേണ്ടിയാ. പക്ഷേ പരീശന്മാര് തിരുത്തിയില്ല ദൈവമക്കളെ. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. 7 അപ്പം കൊണ്ട് 4000 പുരുഷന്മാർ തിന്ന് തൃപ്തരായി 7 കൊട്ട നിറച്ചെടുത്ത രംഗം അവര് കണ്ടിട്ട് അവരിപ്പോ പറയുകയാണ്, നിനക്ക് ആകാശത്തുനിന്ന് അടയാളം കാണിക്കാൻ പോകുന്നു. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? തിരുത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല, മാനസാന്തരപ്പെടാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ടാ യേശു പറഞ്ഞത്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, യഹൂദൻ തകർന്നു, യഹൂദൻ നശിച്ചു തകർന്നുപോയി. ആ സ്ഥാനത്തേക്കാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്. ജാതികളിൽ നിന്നൊരു കൂട്ടത്തെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ രക്ഷിച്ചു. നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ മാനസാന്തരമാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന ഫലമാണ്. ദൈവത്തിന് മുൻഗണന നൽകി ജീവിക്കുന്ന ജീവിതമാണ്. പരീശന്മാരെ പോലെ നാം ഒരിക്കലും ആകാതിരിക്കാൻ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വലിയ രൂപാന്തരങ്ങൾ വരുത്തട്ടെ. അവർ ചോദിക്കുന്നത് ആകാശത്തു നിന്നൊരു അത്ഭുതം ചെയ്യണമെന്നാണ്. നിങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിക്കേ. യേശു മരിച്ച് അടക്കപ്പെട്ടു. യേശുവിനെ കല്ലറയിൽ അടക്കിയപ്പോ ഈ പരീശന്മാർ എന്ന് യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കർത്താവേ, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട് അവൻ എന്ത് ചെയ്യുമെന്ന്, ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? റോമൻ സൈന്യത്തെ പട്ടാളക്കാരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? കാവൽ വെക്കണം, അല്ലേ? മുദ്ര വെക്കണം കല്ലറയ്ക്ക്. എന്നിട്ട് പട്ടാളക്കാരെ കാവൽ നിർത്തണം. അല്ലെങ്കിൽ അവന്റെ ആളുകൾ വന്ന് ഈ ശവശരീരം മോഷ്ടിച്ചിട്ട് പറയും അവൻ ഉയർത്തുന്ന വലിയ ചതിയാവും. അതുകൊണ്ട് ഈ കല്ലറ ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. ആരെയും പറഞ്ഞേ? അന്നത്തെ മതത്തിന്റെ നേതാക്കന്മാർ. അപ്പോ പീലാത്തോസ് പറഞ്ഞു, പട്ടാളക്കാരെ തരാം. കാരണം ഇനി ഞാൻ പട്ടാളക്കാരെ വിട്ട് കല്ലറ ഉറപ്പാക്കിയാൽ നിങ്ങൾ പറയുമില്ല ചിലപ്പോ അത് ശരിയായില്ല എന്ന്. അതുകൊണ്ട് പട്ടാളക്കാരെ തന്നേക്കാം. നിങ്ങളാൽ ആവോളം നിങ്ങൾ തന്നെ എന്ത് ചെയ്തു? കല്ലറ അങ്ങ് ഉറപ്പാക്കിക്കോളാൻ പറഞ്ഞു, അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. റോമൻ പട്ടാളക്കാർ, ഈ പരീശന്മാർ, ശാസ്ത്രിമാർ